വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം 20-ാം ദിവസം പിന്നിടുമ്പോഴും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഉയരുകയാണ്. പ്രതികളെ സംരക്ഷിക്കാൻ നീക്കം നടത്തുന്നുവെന്ന ആരോപണവും ശക്തമാണ്. അതിനിടെ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി JS സിദ്ധാർത്ഥന്റെ മരണം നടന്ന ഇന്ന് 20 ദിവസം തികയുമ്പോഴും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഒട്ടേറെയാണ്. 130 പേരുടെ മുന്നിൽ വെച്ചാണ് വിചാരണ നടത്തിയതെന്നും ഇവരെല്ലാം കേസിൽ പ്രതികളാണെന്നും പങ്കുള്ളവരെ രക്ഷപ്പെടുത്താനും തെളിവുകൾ നശിപ്പിക്കാനും പോലീസ് ഒത്തുകളിക്കുകയാണെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ T ജയപ്രകാശ്, അമ്മ MR ഷീബ എന്നിവർ ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 18 ഉച്ചയ്ക്ക് 12:30-നും 1:45-നും ഇടയ്ക്ക് സിദ്ധാർത്ഥൻ മരിച്ചെന്നാണ് വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ FIR-ൽ പറയുന്നത്. എന്നാൽ മരണവിവരം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത് അന്ന് വൈകിട്ട് 4:29-ന്. കോളേജിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് 200 മീറ്റർ മാത്രം ദൂരമുണ്ടെന്നിരിക്കെ മരണവിവരം അറിയിക്കാൻ വൈകിയത് എന്തുകൊണ്ടെന്ന ചോദ്യം ശക്തമാണ്. കൂടാതെ ഹോസ്റ്റലിലെ ശുചിമുറിയിലെ വെന്റിലേറ്ററിന്റെ കമ്പിയിൽ ഏതോ മാനസിക വിഷമത്താൽ സ്വയം കെട്ടിത്തൂങ്ങിയ നിലയിൽ വെച്ച് മരണപ്പെട്ടു എന്നാണ് FIR-ലെ പരാമർശം. കുറിപ്പൊന്നും ലഭിക്കാതെ ഈ നിഗമനത്തിലെത്താൻ പോലീസിനെ പ്രേരിപ്പിച്ചത് എന്താണ്? കാലുകൾ നിലത്തുമുട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. അവശനായ വ്യക്തി എങ്ങനെ ഉയരത്തിലുള്ള വെന്റിലേറ്ററിൽ കുരുക്കിടും? സിദ്ധാർത്ഥ് ക്രൂരമർദ്ദനമേറ്റ സമയങ്ങളിലെല്ലാം കൂട്ടുകാരൻ കൂടിയായ ഇടുക്കി സ്വദേശി സഹപാഠി ഒപ്പം ഉണ്ടായിരുന്നു. SFI ഭാരവാഹി കൂടിയ ഇയാളെ ചോദ്യം ചെയ്യാൻ മടിക്കുന്നതിലും ഉന്നത ഇടപെടലുണ്ടെന്നാണ് സംശയം. ആരോപണമായി എത്തിയ പെൺകുട്ടിയെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. പെൺകുട്ടിയുടെ അമ്മ പോലീസ് ഉദ്യോഗസ്ഥയാണെന്നതും ദുരൂഹതയാണ്. ഇതിനിടെയാണ് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും പ്രതി ചേർക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യവും. ഇതടക്കം ഉന്നയിച്ചും കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടും കുടുംബം ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. SFI പ്രവർത്തകർ പ്രതിസ്ഥാനത്തുള്ള കേസിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം നിർണായകമാണ്. ജനം, തിരുവനന്തപുരം.